6000 മുതൽ 25,000 വരെയുള്ള വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചിരിക്കും. അതിന് കാരണം ഇവിടെ 1,33,000 വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ. ആ 33,000-ൽ 1,30,000 വോട്ട് നോട്ടയിൽ മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ട് പിടിക്കും. ബാക്കി 1,30,000-ൽ 65,000 വോട്ട് എനിക്ക് കിട്ടും. പിന്നെ ഷോണും ജോസ് കെ മാണിയും തമ്മിൽ പിടിക്കുന്ന വോട്ടിനെ അനുസരിച്ചിരിക്കും എൻ്റെ ഭൂരിപക്ഷം. ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. ഓപ്പണായിട്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല. വ്യക്തിപരമായ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവാം. അത് വോട്ടെണ്ണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. പി സി ജോർജിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ MLA വന്ന ശേഷം 2019-ലാണ്. ഞാനെല്ലാം തീരുമാനിക്കേണ്ടതെങ്കിലും VD സതീശനും രമേശ് ചെന്നിത്തല ഇവിടെ വന്നപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവകാശപ്പെട്ടതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ നാട്ടം സുരേഷ് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ സംശയം മേഖലകളിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ആരാണ് അവിടെ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് 5,800 വോട്ട് പോൾ ചെയ്ത 5,300 വോട്ട് പോൾ ചെയ്ത മേലുകാവിൽ എനിക്ക് 1,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി കഴിഞ്ഞതാണ്. ആ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് നടത്തിയാൽ നിഷ്കളങ്കരായ ഗ്രാമീണ വോട്ടി സംശയം വേണ്ട. പാലാപ്പട്ടണത്തിൽ നടുക്ക് 2 ജംഗ്ഷന് ഇടയിൽ, കെടുതിരൂർ ജംഗ്ഷനും കൊട്ടാരമറ്റം ജംഗ്ഷനും ഇടയിൽ നല്ല വളർച്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രാമങ്ങളുടെ പാലങ്ങൾ, റോഡുകൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ആയുർവേദ ആശുപത്രി കെട്ടിടങ്ങൾ, അംഗൻവാടികൾ, ലൈബ്രറികൾ, അങ്ങനെ അനവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും. അവിടെയുള്ള ജനം വളരെ സംതൃപ്തിയോടെ കാണുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും കേൾക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് സോഷ്യൽ മീഡിയയുടെ LDF സ്ഥാനാർത്ഥികൾ ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. റീൽസുകളായിട്ട്, പ്രചരണത്തിന്റെ വീഡിയോകളായിട്ട്. അത് യുവജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്തി ആ വോട്ടുകൾ അവരിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പ്രതീക്ഷയോടുകൂടിയാണ് അവരതൊക്കെ ചെയ്തത്. എന്നെ അവമാനിച്ചും അവഗണിച്ചും കൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ വാസ്തവത്തിലുണ്ടായി. ഒരു നുണ ഫാക്ടറിയിൽ നിന്ന് പടച്ചുവിട്ട നുണകൾ തന്നെ. നുണ ഫാക്ടറി അവിടെയാണ്, നമ്മുടെ RV ജംഗ്ഷൻ അടുത്ത്. ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിട്ട നുണകൾ ഇങ്ങനെ പ്രചരിച്ചതെന്നല്ലാതെ ആരിലും ഏശിയിട്ടില്ല. അത് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ബോധ്യപ്പെടും. ഇനിയെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ മന്ത്രവും തന്ത്രവും കൃതന്ത്രവും ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് മേടിച്ച് ജയിക്കാൻ നോക്കുക. ഞാൻ ഏതായാലും ഇങ്ങനെ മത്സരത്തിലില്ല. ചായക്കടയിൽ പോയിരുന്നു, ചായ കുടിക്കുന്നു. പരിചയപ്പെടുന്ന അത്തരം ലോട്ടറിക്കാരനോട് ലോട്ടറി മേടിക്കുന്നു. ഇതൊക്കെ ഒരു പുതുമയുള്ളതാണ്. ഞാൻ ഇറച്ചിക്കടെ പോയി ഇറച്ചി മേടിക്കും, മീൻ മേടിക്കും, മീൻ കടയിൽ പോയി മീൻ വെട്ടി മേടിക്കും, പച്ചക്കറി പലചരക്കടയിൽ പോകും, എല്ലാ കടയിലും പോകുന്നത്. എന്നെ കുഴപ്പം. അതിൻ്റെ റീൽസ് ഒന്നും എടുക്കാറില്ല. അതിൻ്റെ റീൽസ് നമ്മൾ എടുക്കാറില്ല, കൊടുക്കാറുമില്ല. കാരണം ഞാൻ അങ്ങനെയാണ്. ചെറിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. മിക്കവാറും എനിക്കിഷ്ടം ചെറിയ ഹോട്ടലിൽ കഴിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒന്ന് ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും. പിന്നെ അധികം സമയം വേസ്റ്റ് ചെയ്യാനില്ല. ചെന്നാലേ ഡബിഡബേന് സാറിൻ്റെ വിഷമം. അതൊക്കെ ഒരു പുതുമയെ കാണുമ്പം ഈ കാണുന്ന ജനത്തിന് മനസ്സിലാവില്ല ഇവൻ ഇത് ആദ്യമാണ്. ഇന്നലെ 5 മണി മുതൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ ഒരുപാട് വ്യക്തിഗത നടത്തി. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് UDFിൻ്റെ ആൾക്കാരാണെന്നാണ്. ഞാൻ അന്ന് UDFിലില്ല, ഞാനന്ന് LDFിലാണ്. മാണി സാറിനെതിരെ ഈ അഴിമതി ആരോപണം വന്നപ്പോഴൊക്കെ ഞാൻ LDFിലാണ്. എന്നിട്ട് പോലും ഒരു സമരത്തിൻ്റെ മുന്നിൽ നിന്നില്ല. ആ കൂടി പുള്ളിയുടെ വസതിയിലേക്ക് ഒരു CPM LDF ഒരു ജാഥ വെച്ചപ്പോൾ മാത്രമേ ആ കൂടെ ഞാൻ നിന്നിട്ടുള്ളൂ. അല്ലാതെ അങ്ങേര് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എന്ത് പ്രവർത്തനങ്ങൾ ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്നോടുള്ള സമീപനം അങ്ങനെ ആയിരുന്നില്ല. അല്ലെങ്കിൽ പാലയിൽ എന്തുമാത്രം കാര്യങ്ങൾ നടന്നു പോയി അത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്.